സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ മൂലം സാമ്പത്തിക നഷ്ടം നേരിട്ടവർക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ 20,000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് മുമ്പ് പ്രഖ്യാപിച്ചായിരുന്നു. അതിന്റെ ഭാഗമായി ആദ്യത്തെ 2,000 കോടി രൂപ മുഖ്യമന്ത്രിയുടെ സഹായഹസ്ത വായ്പാ പദ്ധതി അഥവാ ചീഫ് മിനിസ്റ്റേഴ്സ് ഹെൽപ്പിംഗ് ആൻഡ് ലെൻഡിംഗ് സ്കീം CMHLS എന്ന പേരിൽ കുടുംബശ്രീകൾ വഴി ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങുന്നതാണ്. കൃഷിയെക്കുറിച്ച് ഫിനാൻസിനെ കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ കുടുംബശ്രീ ലോണിനെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ പങ്കുവച്ചായിരുന്നു. ആ വീഡിയോ കണ്ട് ഒരുപാട് പേര് ഞങ്ങൾക്കായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് സ്കീംസ് വേണം, അതിൻ്റെ ഗൈഡ് ലൈൻസ് വേണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സർക്കിൾ ഇപ്പോൾ ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഈ വീഡിയോ. കോവിഡ്-19 മൂലം കുടുംബശ്രീയിലെ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഉണ്ടായ സാമ്പത്തിക നഷ്ടം പരിഹരിക്കാൻ വേണ്ടിയാണ് 5,000 മുതൽ 20,000 രൂപ വരെയുള്ള ഈ വായ്പ. 2019 ഡിസംബർ 31 മുമ്പ് രൂപീകരിച്ച എല്ലാ കുടുംബശ്രീ യൂണിറ്റുകൾക്കും ഈ വായ്പ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു വായ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ അതേ സഹകരണ ബാങ്കിൽ നിന്ന് തന്നെ ഈ വായ്പ ലഭിക്കുന്നതാണ്. മുമ്പ് ലോണൊന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ SB അക്കൗണ്ട് എവിടെയാണോ അവിടെ നിന്ന് ഈ വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ വായ്പ പുതിയൊരു വായ്പയായോ ഉള്ള വായ്പയുടെ ടോപ്പപ്പ് ആയോ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. നമുക്കുള്ള വേറെ ചോദ്യം, ഈ ലോൺ പലിശ രഹിതമാണോ എന്നുള്ളതാണ്. അല്ല, 8 മുതൽ 9% വരെ ബാങ്കുകൾ ഇതിന് പലിശ ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ അടയ്ക്കുന്ന പലിശയ്ക്ക് നമ്മുടെ കുടുംബശ്രീ യൂണിറ്റ് വഴി 3 വാർഷിക ഗഡുക്കളായി നമ്മൾ പലിശയായിട്ട് അടച്ച തുക നമുക്ക് തിരിച്ച് ലഭിക്കുന്നതാണ്. 36 മാസമാണ് ഈ ലോണിന്റെ കാലാവധി. ആദ്യത്തെ 6 മാസം അടവ് അവധിയാണ്. അത് കഴിഞ്ഞ് 30 ഗഡുക്കളായി നിങ്ങൾ ഈ ലോൺ അടച്ചു തീർത്താൽ മതി. കോവിഡ്-19 മൂലം സാമ്പത്തിക നഷ്ടം നേരിട്ട എല്ലാവർക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണെങ്കിലും നിങ്ങളോ നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും സർക്കാരിലോ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ വർക്ക് ചെയ്യുന്നുണ്ട്, 10,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വായ്പ ലഭിക്കുന്നതല്ല. ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുവാൻ വേണ്ടി കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കുടുംബശ്രീ യൂണിറ്റ് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹകരണ ബാങ്കുമായോ ബന്ധപ്പെടേണ്ടതാണ്. ഓക്കെ, കൃഷിയെക്കുറിച്ച് ഫിനാൻസിനെ കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു. നിങ്ങൾക്ക് ഈ ലോണിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കടിയിൽ കമൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഞങ്ങളതിന് റിപ്ലൈ തരുന്നതാണ്.